നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. ഉച്ചയ്ക്ക് ശേഷമാകും പ്രധാനമന്ത്രി ലോക്സഭയിൽ മറുപടി പറയുക. ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായ വിമർശനങ്ങളാണ് നന്ദിപ്രമേയത്തെ എതിർത്ത് സഭയിൽ വ്യക്തമാക്കിയത്. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ഇന്നു മുതൽ. +1 പ്രവേശനം ഇതുവരെ ലഭിക്കാത്തവർക്കായി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ചു. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ജൂലൈ 2 രാവിലെ 10 മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അലോട്ട്മെന്റിനായുള്ള വേക്കൻസിയും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.government.in പ്രസിദ്ധീകരിക്കും. നിലവിലെ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാക്കാത്തവർക്കും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. തലച്ചോറിലേക്ക് കടക്കുന്ന അമീബ രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണം. ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്നും ജനങ്ങൾക്കിടയിൽ അവബോധം ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതിനാൽ ചെവിയിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാസപ്പടി കേസ് മാത്യു കുഴൽനാടന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ മാത്യു കുഴൽനാടന്റെ മാസപ്പടി കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിന് പിന്നാലെ താൻ തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കുമെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു. AKG സെന്റർ ആക്രമണം ഒളിവിലായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. AKG സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് സുഹൈൽ ഷാജഹാൻ. വിദേശത്തായിരുന്ന സുഹൈൽ ഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് അടിത്തറ ഇളക്കുന്ന തോൽവി. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുവരെ വോട്ട് ചോർച്ച ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് അടിത്തറ ഇളക്കുന്ന തോൽവി എന്ന വിലയിരുത്തലുമായി CPM. ഒരു സ്വാധീനവും ഇല്ലാത്ത മേഖലകളിൽ വരെ BJP വോട്ടുയർത്തിയെന്നും പരാമർശം. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് വിലയിരുത്തലുള്ളത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ചോർച്ച ഉണ്ടായി എന്നും പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് എത്തിയെന്നും വിലയിരുത്തലിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബൂത്തിലിരിക്കാൻ ആളില്ലാതിരുന്ന ഇടത്തുപോലും BJP ലീഡ് ഉണ്ടാക്കി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ആണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിലയിരുത്തൽ വിശദീകരിച്ചത്. നീറ്റ് PG പുതുക്കിയ പരീക്ഷാ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും.
നീറ്റ് PG പരീക്ഷാ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. പരീക്ഷയ്ക്ക് 12 മണിക്കൂർ മുൻപ് ക്രമക്കേടുകൾ ഉണ്ടായെന്ന സംശയത്തെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണ നടപടികളും ഇതിനിടെ പുരോഗമിക്കുകയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നലെ CBI റെയ്ഡ് നടത്തിയിരുന്നു. ഭൂമി തട്ടിപ്പ് കേസ് DGPക്കെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകി. തുടർ നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരൻ. ബാധ്യത മറച്ചുവെച്ച് DGP ഭൂമി വിൽപ്പനയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും സമീപിച്ചിരിക്കുന്നതായി പരാതിക്കാരൻ ഉമർ ഷെരീഫ്. പരാതി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയതായി അറിയിപ്പ് വന്നെങ്കിലും തുടർ നടപടി ഒന്നും ഉണ്ടായില്ലെന്നും പരാതിക്കാരൻ. കോടതിയുടെ ഉത്തരവ് സഹിതം കഴിഞ്ഞ മാസം 24-നായിരുന്നു പരാതി നൽകിയതെന്നും ഉമർ ഷെരീഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും പ്രവേശന വിലക്ക്. CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഗുരുതര വിമർശനം. മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഗുരുതര വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും സാധാരണ ജനങ്ങൾക്കും പ്രവേശന വിലക്കെന്ന് കുറ്റപ്പെടുത്തൽ. പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ ശത്രുപക്ഷത്താക്കിയെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. മേയർക്ക് അന്ത്യശാസനം നൽകാനും CPIM ജില്ലാ നേതൃത്വത്തിൽ ധാരണയായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.